എൻ്റെ പേര് പാലക്കാട് കൊടുവായൂര് ശശീന്ദ്രൻ. ഞാൻ ഒരു റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥനാണ്. യദുവിൻ്റെ കേസിലെ അവരെല്ലാവരെയും നുണ പരിശോധനയ്ക്ക് എനിക്ക് വിധേയമാക്കണം എന്നാണ് പറയുന്നത്. എൻ്റെ അഭിപ്രായം, ഈ മെമ്മറി കാർഡ് മോഷ്ടിച്ച് സാധ്യതയുള്ളവരെയൊക്കെ നുണ പരിശോധനയ്ക്ക് വിധേയമാക്കുക. അത് ചെയ്താൽ ആരാന്ന് വെച്ചാൽ 100% കൊടുക്കും. അങ്ങനെ തെളിയുള്ളൂ. ഇത് മനഃപൂർവ്വം മാറ്റിയിട്ട് നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നു. ഇതിന് വഴിയുണ്ടാക്കി ഒരുക്കിയ ആരാണെങ്കിലും ഇതിന്റെ നാൾ വഴികൾ നോക്കിയിട്ട് അവരെയൊക്കെ നുണ പരിശോധനയ്ക്ക് വിധേയമാക്കെന്ന് പറഞ്ഞാൽ അവരപ്പപ്പെടും, അവർ മുങ്ങും. ഇത് സത്യം തെളിഞ്ഞേ പറ്റും. സാറേ, കോഴിക്കോട് ജില്ലെന്നാണ് വിളിക്കുന്നത്. പേര് തോമസ് എന്നാ. ഞാൻ കുറെ കാലം ഡ്രൈവർ പണി എടുക്കുന്ന ഈ ആര്യാനാഥൻ പറയുന്ന ആള് വിവാഹ സത്യക്ക് പോയിട്ട് വരുന്ന അവര് MLA അവരുടെ ഡ്രൈവർ വെള്ളം അടിച്ചല്ലോ എന്ന് ഒരു തെളിവില്ലല്ലോ. അവര് വെള്ളം അടിച്ചിട്ടുണ്ടെങ്കിലോ ആ ഡ്രൈവറെ പാവപ്പെട്ടവനെ പിടിച്ചുകൊണ്ട് പോയി എല്ലാ ചെക്കിങ് ചെയ്തു. അതിനുശേഷം അതുപോലെ തന്നെ ഇതിലും ചെയ്യണ്ടേ? ഈ ആര്യാരാജന്റെ ഡ്രൈവർ വെള്ളം അടിച്ചെങ്കിലോ, അല്ലെങ്കിൽ അവര് പിന്നെ കല്യാണ സദ്യ എന്ന് വരുന്ന സ്മോൾ അടിച്ചിട്ടാ വന്നെങ്കിലോ അവർക്ക് ഇത്രയും ഗൗരവം തോന്നാൻ ഈ പാവപ്പെട്ട ഡ്രൈവറോട് ജനങ്ങൾ ചിന്തിച്ചൂടെ? അയാളെ ചെക്ക് ചെയ്ത പോലെ തന്നെ ഇവരെ അന്ന് കൊണ്ടുപോയി ചെയ്യണമായിരുന്നു. ഞാൻ എറണാകുളത്ത് ജോസാ വിളിക്കണേ. ഈ ആര്യരാജൻ എന്ന പുള്ളിക്കാരി ഒരു നിമിഷം പോലും അധികാരത്തിലിരിക്കാനുള്ള യോഗ്യതയില്ല അവർക്ക്. കാരണം നിയമലംഘനങ്ങളാണ് മുഴുവൻ നടത്തിയത്. അതുകൂടാതെ ഞങ്ങളെ വെറുപ്പിച്ച് കേരളത്തിലെ ജനങ്ങളെ ഒന്നടങ്കം വെറുപ്പിച്ചത് ആ നിയമലംഘനത്തെക്കാളും കൂടുതൽ ഒരു KSRTC എംപാനൽ കണ്ടക്ടറുടെ പൊതു വഴിയിൽ വെച്ച് ഞാൻ ആരാണെന്ന് നിനക്കറിയാവുന്ന ചോദിച്ചു. അവരെന്നാ നേരായത്? പിന്നെ അതാ ചോദിച്ചത് ആരോടാണെന്നെങ്കിലും ചോദിക്കണം. ഇപ്പം അവരുടെ ആ ലെവലിലുള്ള അവരെക്കാളും ഉയർന്ന ഒരാളാണെങ്കിൽ ഇതേ ചോദ്യം അവരോട് ചോദിക്കുകയില്ലല്ലോ. അതാ കേരളീയ സമൂഹം മുഴുവൻ അവരുമായിട്ട് പാർട്ടിക്കാർ പോലും എതിരായി എന്നുള്ളതാണ്. പിന്നെ അവർ പറഞ്ഞ ഈ ന്യായങ്ങളിപ്പോൾ അതിൻ്റെ തൃശ്ശൂരിൽ നിന്ന് ഏതാണ്ട് പകല് 2 മണിക്ക് വണ്ടി സ്റ്റാർട്ട് തിരുവനന്തപുരം വരെ വന്നതാണ്. അപ്പം ഈ ഒരു സ്ത്രീ ആയിട്ട് ഈ ആര്യ രാജേന്ദ്രൻ മാത്രമല്ലല്ലോ കണ്ടേക്കണേ. എത്രയോ പേരെ കണ്ടിട്ടുണ്ട്. ആ ബസ്സിൽ സ്ത്രീകൾ കാണും, ആ 2 വീലറിൽ നേരെ മുന്നിൽ നിന്ന് വന്ന സ്ത്രീകൾ കാണും, ബസ് നിർത്തുന്നിട്ട് സൈഡിൽ സ്ത്രീകൾ കാണും. അവരുടെ അടുത്ത് ഒന്നും കാണിച്ചില്ലല്ലോ. ഇവരുടെ മാത്രം കാണിച്ചെന്നാണ് പറയണത്. കാരണം ഇതുപോലെ ഒരു പ്രശ്നം ഈ അടുത്ത കാലത്തൊന്നും കേരളത്തിലുണ്ടായിട്ടില്ല. അപ്പം നിങ്ങളുടെ എൻ്റെ എല്ലാവിധ പിന്തുണകളും ഉണ്ടായിരിക്കും. ഞാൻ കോട്ടയം ജില്ല എന്നാണ് വിളിക്കുന്നത്. എൻ്റെ പേര് മോളി എന്നാണ്. കുറച്ച് നാളായി ആ യദു മറ്റേ 2 പാർട്ടികളും കൂടെയുള്ള മൽപ്പിടുത്തം. ഇപ്പം എന്നാന്ന് ചോദിച്ചാൽ ബലഹീനനും ബലവാനും യുദ്ധം ചെയ്യുമ്പോൾ ബലഹീനനെ മനസ്സിലാക്കാൻ കുറച്ച് നന്മതിന്മകളെ വിവേചിച്ചറിയാനുള്ള ഒരു ഹൃദയം കൊടുത്ത കുറെ പേരെങ്കിലും ഉണ്ടല്ലോ എന്നോർത്ത് സന്തോഷമുണ്ട്. കാരണം ആര്യ രാജേന്ദ്രനും അവര് കൂട്ടരും സദ്യ കഴിഞ്ഞ് അവര് വയറ് നിറച്ച് ആഹാരം കഴിച്ച് അവര് പോരുന്ന വഴി ഈ ആഹാരം അവരുടെ എല്ലിനടവഴി കുത്താൻ തുടങ്ങി. അപ്പൊ കാലക്കേട് പിടിച്ച യദുവിന്റെ വണ്ടിയാണ് അവർക്ക് കിട്ടിയത്. ഒന്ന്, യദു അയാളുടെ പ്രായമായ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് ഒരു കുഞ്ഞിനെ ആക്കിയിട്ടാണ് അയാൾ പോരുന്നത്. ഉച്ചക്ക് ചിലപ്പോൾ അയാൾ ആഹാരം കഴിച്ചെന്നിരിക്കും, എന്നാൽ വൈകുന്നേരം ഒരു ചായ മാത്രമേ കഴിച്ചിട്ടുണ്ടാവുള്ളൂ. കാരണം അയാളുടെ അമ്മയുടെ സാന്നിധ്യം ഇല്ല. പ്രായമായ അച്ഛനും അമ്മയുടെ അടുത്തോട്ടാണ് കൊച്ചുകുട്ടിയെ ആക്കിയിട്ട് ഇയാൾ പോകുന്നത്. അപ്പം അയാളുടെ മനസ്സ് എവിടെയെല്ലാം ഓടുന്നെന്നുള്ളത് അറിയത്തില്ല. അപ്പം അകാരണമായി ഈ മനുഷ്യന്റെ മുമ്പിലേക്ക് ഈ പ്രശ്നങ്ങൾ പ്രസ് ചെയ്ത് കൊണ്ടുപോകുന്നു. അതിന് ബസ്സിലെ ഒരു CCTVയുടെ ആവശ്യമില്ലല്ലോ. ഓൺ ദ സ്പോട്ടിൽ തന്നെ അവിടെ ആ പേപ്പർ കണ്ടതും ആ വീഡിയോയിൽ കണ്ടതും TV കാണിച്ചതും ഇതുപോലെ ഈ IT1 ചാനൽ പല ചാനലുകളിലും ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. അപ്പം എന്നിട്ടും അതിനെ മറികടക്കാനും സത്യത്തെ വളച്ചൊടുക്കാനും വേണ്ടി ഈ സമ്പന്നരും രാഷ്ട്രീയ കക്ഷികളും എല്ലാം കൂടി കളിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്ത് എവിടെയാ നീതി? സത്യം പറഞ്ഞാൽ കോടതി അത്രയെങ്കിലും ഈ കേസെടുക്കാൻ പറഞ്ഞത് കൊണ്ടാണ്. അല്ലെ ഞാൻ യദുവിനെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. പക്ഷെ കുറച്ച് നിങ്ങളുടെ കുറെ ന്യൂസുകൾ വായിക്കും, പേപ്പർ വായിക്കും, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കാണുന്നത് കൊണ്ടാണ്. എന്റെ പേര് ബാബു എന്നാ, ഞാൻ ഇരിങ്ങാലക്കുട. സാറേ, ഒരു ഡെയിലി ലേബറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പയ്യന് പിറ്റച്ചട്ടിയിൽ പച്ചയിട്ട് വരുന്നത് പോലെ ഇവരെല്ലാരും കൂടെ ഇരുന്ന് അടിച്ചു വാരി നല്ലതുപോലെ ഇത് ഉണ്ടാക്കിയിട്ട് ഇവര് ആ പാവപ്പെട്ട ചെറുക്കനെ ഇവർക്ക് വേറെ നല്ല ഹാൻഡുള്ള ഒരു പാർട്ടിയെ കിട്ടുകയില്ലായിരുന്നു.
ആ കുഞ്ഞു ചെറുക്കനെ ഒന്ന് നോക്കണേ സാറേ. ഇത്രയും വലിയൊരു ഹെവി വണ്ടിയിൽ ഇരുന്നിട്ട് ഇത് കാണിക്കുക എന്ന് പറഞ്ഞാൽ എന്താ കാണിക്കുക? അതേസമയം ഡ്രൈവർക്ക് ആണെങ്കിൽ ഇവരെ കാറിൽ ഇരുന്ന് ഇവർ കെട്ടിപ്പിടിച്ചുകൊണ്ട് പോകുന്ന മുമ്പ് വെക്കുന്ന കാണാൻ സാധിക്കും. ഒരു നിരപരാധിയായ ഒരു പയ്യനിട്ട് ക്രൂശിക്കുന്നത് നമ്മൾ കണ്ട്. ഈ കോടതിയും കൂടെ നമുക്ക് അതിനൊന്ന് സപ്പോർട്ട് ചെയ്ത് വരണം എന്ന് വെച്ചാൽ അവന് വേണ്ടുന്ന ഹെൽപ്പുകൾ ചെയ്ത് കൊടുക്കാനുള്ള ജനങ്ങളുമുണ്ട്. നിങ്ങളെ എനിക്ക് വളരെ ഇഷ്ടമാണ്, താല്പര്യമാണ്. ഉള്ളത് പച്ചയ്ക്ക് വിളിച്ച് പറയുന്നു, എല്ലാ കാര്യങ്ങൾ അറിയുന്നുണ്ടാണ്. അപ്പോൾ അത് ഞാനൊരു പ്രായം ചെന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ഒത്തിരി സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്, പല പല ഇതിൽ ജോലി ചെയ്തിട്ടുണ്ട്, പല പല ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഒരു ഹെവി വണ്ടി ഓടിക്കുന്ന എങ്ങനെ, ഒരു ഹെവി വണ്ടിയിൽ ഇന്ന് ഈ റോഡ് കാണിച്ചിരിക്കുന്ന ഈ അവസ്ഥയിൽ ഇവർക്ക് എങ്ങനെ സാറേ ആ പയ്യൻ്റെ അടുത്ത് ചോദിക്കാൻ ചോദിക്കുന്നത്? ഒരു റോഡൊന്ന് ക്ലിയർ ആയിട്ട് എവിടെയെങ്കിലും കിടന്ന് വണ്ടി ഓടിക്കാൻ പറ്റുന്നുണ്ടോ? അതിനിടയ്ക്ക് ബാക്ക് വീലിൽ നിന്ന് 2 വീലേഴ്സുകാരുടെ ബഹളം, 3 വീലേഴ്സുകാർ ഓട്ടോറിക്ഷക്കാരുടെ ബഹളം, സൈക്കിൾ യാത്രക്കാരുടെ ആയാലും പിന്നെ ഈ കാറുകാരുടെ ബഹളം, ഇവരെല്ലാം തിരക്കുടി. അവരെങ്കിലും ഒന്ന് ക്ഷമയെടുത്ത് പോകണ്ട. ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ അവരെന്താ മറ്റേ സ്റ്റേറ്റ് വണ്ടി നമ്പർ അത് വെച്ചിടണം, മേയറാണ് എന്നും പറഞ്ഞിട്ട്. അല്ല, ഇവരെവിടെ പോയി കിഡ്നാപ്പ് ചെയ്തിട്ടെന്ന് അവർ തനി ഫ്രോഡാ സാറേ. അല്ല, ആ കുട്ടിയുടെ വർത്തമാനം കേൾക്കും ഈ പാർട്ടിക്കാരുടെ. ഇവൻ കണ്ട അവരെ ഇത്രത്തോളം നശിപ്പിച്ചോണ്ടിരിക്കുന്ന മറ്റേ ഞെക്ക് എന്താ റഹീമ, അവൻ ആ ഞെക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടോ? നമ്മുടെ ഈ ചാനൽ എങ്ങോട്ടാ ഞാൻ കണ്ടതാ. അവനിങ്ങനെ കൊച്ചു പിള്ളേരെ വിളിച്ചു അവനൊക്കെ പിടിക്കുക. ആദ്യം ജാമ്യയിൽ വകുപ്പ് കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്ത് ഇടണോ അതിന് കൂടെ ഒരു MP അവൻ ഞെക്കുന്നാണ്ടോ സാറേ? ഏതെങ്കിലും പിള്ളേർ പാരൻസ് അവരെ കണ്ട് അയാളെ വെച്ചേക്കുവോ? ഇവനൊക്കെ ഞരമ്പ് രോഗികളാ. അവരുടെ വർഗത്തിൽ നിന്ന് തന്നെ ഒരു ടീച്ചർ ഇതിനെ പറ്റി പറയുന്നു, ഇവരെ രാഷ്ട്രീയ ഇവരുടെ ഉസ്താക്കന്മാരെ പറ്റി ഇവരെ കാര്യങ്ങൾ. അവനൊക്കെയാണ് വന്നിട്ട് ഈ പിള്ളേരെ കളിപ്പിക്കുന്നത്. ഇവനെ നമ്മളൊന്ന് സോപ്പിട്ട് എടുത്താൽ നക്കാൻ കിട്ടുമല്ലോ. ഞങ്ങളുടെ പേര് ബദ്രു. ഞാൻ ഇന്ന് കണ്ണൂർ എന്നാ പറയുന്നത്. എന്താ ആര്യനെ അറസ്റ്റ് ചെയ്യാത്ത? എന്താ സംഭവം? അത് ആര്യനെ അറസ്റ്റ് ചെയ്തിട്ട് ഓരെ ഇതാക്കാണ്ട് എന്ത് കളിയാ കളിക്കുന്നവര് എന്നൂരിന്നാ വിളിക്കുന്നത്? എന്താ സംഭവം? അത് ഇങ്ങനെ ചാനലിൽ ഇങ്ങനെ വരുന്നുണ്ട്. തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ കൊടുക്കല്ലേ? ആരും ചോദിക്കുന്ന ചോദ്യങ്ങളായി. അതിപ്പോ എല്ലാവരും ചോദിക്കുന്നത് ഞാനും ചോദിക്കണ്ടേ എൻ്റെ വകയായിട്ട്? കാരണം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നം തന്നെ. ഒരു 10 ദിവസമായില്ലേ ആ ചെറുക്കനെ കൊണ്ട് കളിക്കുന്നവർ ഇതുവരെ അറസ്റ്റ് ചെയ്യാത്ത കാരണം എന്താ? നിങ്ങൾ ഇതുകൊണ്ടല്ലേ ഇത് കുറേ നമ്മൾ അറിയുന്നത്. നിങ്ങളെ ചാനൽ എപ്പോൾ ഞാൻ കാണലുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർ നല്ലതല്ല. ഇപ്പൊ തിരിഞ്ഞിക്ക് ഇനിയിപ്പോ 4-ാം തീയതി കഴിഞ്ഞാലും പിന്നെയും തിരിയും, അതും തിരിയും. എല്ലാവരും കുത്തിയിട്ടുണ്ടാവും മറ്റവർക്ക് തന്നെ. ഇക്കലെയാ കളിക്കുന്നത്. നമ്മളിതെല്ലാം കുറേ കാണലുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇവർ എന്താ ചെയ്യേണ്ടതെന്നാൽ ആദ്യം അറസ്റ്റ് ചെയ്യണം, ഓരോ പദവിയിൽ നിന്ന് ഇറക്കണം. ഇത് 2 ചെയ്താലേ നമ്മൾക്ക് ജനങ്ങൾക്കെല്ലാം ഒരു ആശ്വാസം ഉണ്ടാവും. ഇത് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഈ ഇങ്ങനെ തന്നെ പോകുന്നില്ല കമ്മ്യൂണിസ്റ്റ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.